ഒരുപാട് അവാർഡുകൾ വെച്ചാൽ എൻ്റെ റൂമിൽ എൻ്റെ ലോഡ്ജിൽ നിങ്ങൾ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ആയിരക്കണക്കിന് അവാർഡുകൾ എനിക്കുണ്ട് ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു മേഖല വന്ന് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഈ പ്രോഗ്രാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ക്ലബ്ബ് സംഘടന വിളിച്ചുകൊണ്ട് പോയിട്ട് വൈകിട്ട് ബുക്ക് വിതരണം അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെ അവിടെ ഇരുത്തിയിരിക്കും. വണ്ടി കൂലി വരും തരാറുണ്ട് നിങ്ങൾ പല സ്ഥലത്തും നനച്ച്. അതൊക്കെ ഒരു ആരെങ്കിലും വന്നാൽ ഇപ്പം ഞാനൊരു ഗസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാനൊരു വണ്ടി പിടിച്ച് എനിക്ക് വണ്ടി കൂലി തരേണ്ട കാര്യമില്ലേ? അപ്പോൾ അതുപോലും തരുന്നില്ലെന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയായി മാറി. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാമ്പിനെ പിടിക്കാൻ നിങ്ങളൊന്നാലും നിങ്ങൾ സത്യം പറയുന്നത് നമ്മുടെ ഗ്ലോബലിൽ കൂടി സത്യം പറയുന്ന ആൾക്കാർ ഒന്ന് കാണട്ടെ. കാരണം വെച്ചാൽ ഇവിടെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും എത്ര പേരുണ്ട് വിദ്യാഭ്യാസമുള്ളവർ, എത്ര പേരുണ്ട് സർക്കാർ ജോലിയുള്ളവർ? എല്ലാം കൂലിപ്പണിക്കാരല്ല. എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഈ മേശിരി പണിക്കാർ, മരം മുറിക്കാൻ പോകുന്നവർ, റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർ, ആശാരി പണിക്കാർ, റോഡ് ടാറിങ്ങിന് പണിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ പറമ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നവർ, ഇവരൊക്കെയാണ് പാമ്പ് പിടുത്തക്കാർ. ഇവർ രാവിലെ ജോലി, അവർക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, വാടക വീടായിരിക്കും. അപ്പോൾ ഇതിന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇവർക്കൊരു പാമ്പിൻ്റെ കോൾ വരുന്നത്. ഇവരിവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അത് മതിൽക്കെട്ടിനകത്തായിരിക്കും. അത് പൊളിച്ച് പാമ്പിനെ പിടിച്ചൊരു ഉച്ച കഴിയും. അന്നത്തെ അവൻ്റെ ശമ്പളം 1000 രൂപയില്ല. അപ്പോൾ ഈ വീടുകളിൽ നിന്ന് പൈസ വാങ്ങണ്ട എന്ന് പറയുന്നത് എന്തടിസ്ഥാനമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തടിസ്ഥാനമാണത്? എന്തിനാ പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ അവിടെ നിന്ന് ഒരു വീട്ടുകാർ കൊടുക്കാൻ തയ്യാറാണ്, അത് വാങ്ങാൻ പാടില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ ഈ രാജവമ്പല പിടിച്ചെന്ന് പറഞ്ഞാൽ ആ പെണ്ണുമ്പിള പറഞ്ഞ ഒരു കോൾ കൊടുത്തിട്ട് ഉടനെ ആ വീട്ടിൽ വിളിച്ച് ചോദിക്കും, വന്നോ, പൈസ വാങ്ങിയോ, ചോദിച്ചോ? അതൊക്കെ എവിടുത്തെ ന്യായമാണ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ആപ്പ് കൈകാര്യം ചെയ്യുന്നത് ലോക്കലെന്ന് വെച്ചാൽ പുറത്ത് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരാണ്. സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ആപ്പ് എങ്ങനെയാണ് വെളിയിലുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത്? അതിൽ വേറൊന്നുണ്ട്, നിങ്ങൾക്കറിയാമോ? ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷം മുന്നേ എനിക്കൊന്ന് കഴിഞ്ഞ ഗണേഷ് കുമാർ സാർ വനംവകുപ്പ് വന്നിരുന്ന സമയത്ത്, വനംവകുപ്പിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ വെച്ച് ഈ ആപ്പ് ഒരിക്കലും വെളിയിലുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യരുത്, ഇത് നിങ്ങൾ കോർഡിനേറ്റ് എന്നൊരു സംവിധാനം വെക്കരുത്, തെറ്റാണ്. സർക്കാർ സംവിധാനത്തിൽ എന്താണ് കോർഡിനേഷൻ? പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ നിർത്തലാക്കണമെന്ന് വനംവകുപ്പിൻ്റെ ഗവൺമെൻറ് ജീവനക്കാർ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാനുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നടക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു കോളത്തിന് ഒരാൾ പാമ്പിനെ പിടിക്കാൻ കൊടുത്തു, ഒരു വനംവകുപ്പായിട്ട് ഒരു ബന്ധമില്ലാത്ത വിളിച്ചു ചോദിക്കണം, വന്നായിരുന്നോ? വന്നു, പൈസ വല്ലതും വാങ്ങിച്ചോ? ഇവനാരാ അത് ചോദിക്കാൻ? ഇവനെന്താ അധികാരം ഇരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിന് ആരവിടെ മെനക്കെടുന്നത്? ഇപ്പോൾ ഇവിടെ കുറേ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ഒരുത്തനെയും ഞാൻ കണ്ടില്ല. ഇവിടെ ഒരു നായി ചത്താൽ ഇവിടെ സമരം ചെയ്യാൻ ആൾക്കാരാണ്.